അത്തരത്തിലുള്ള ഒരു രാജാവ് ഹസ്തിനപുരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. എങ്കിൽ നമുക്ക് അവന്റെ വിവാഹം നടത്തിയാലോ? ജീവിതത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തിന്റെ പാഠങ്ങളും. കാശി നരേശൻ തന്റെ 3 പുത്രിമാരുടെയും സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ്. അടുത്തുള്ള വലിയ രാജ്യങ്ങളിലൊന്നും വിവാഹപ്രായമെത്തിയ കന്യകമാരുള്ളതായി കേട്ടുകേൾവിയുമില്ല. കാശി രാജാവിന്റെ പുത്രിമാരോടൊപ്പം വിചിത്രവീര്യന്റെ വിവാഹം ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഇനി എത്ര കാലം അതിനുവേണ്ടി നാം കാത്തിരിക്കേണ്ടി വരുമെന്നറിയില്ല. അതിന് എന്തുപായമാണ് മാതാവേ? നീ ഹസ്തിനപുരിയുടെ പ്രതിനിധിയായി അവിടെ ചെന്ന 3 കന്യകമാരെയും വിജയിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഇതെങ്ങനെ സംഭവ്യമാകും മാതേ? കന്യക സമൃദ്ധമായ രാജ്യത്തെയല്ല, സാമർഥ്യമുള്ള പുരുഷനെയാണ് വിവാഹം കഴിക്കുക. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചു നോക്കൂ ഭീഷ്മ. നാം ആ 3 കന്യകമാർക്കും ഹസ്തിനപുരം പോലെ വലിയൊരു രാജ്യത്തിന്റെ മഹാറാണിയാകുവാനുള്ള അവസരമാണ് നൽകുന്നത്. നാം അവരോട് കരുണയാണ് കാണിക്കുന്നത്. ക്ഷമിക്കണം രാജമാതാവേ, എന്നാലും നമ്മുടെ മനസ്സ് ഇതിന് അനുവദിക്കുന്നില്ല. ഹസ്തിനപുരത്തിന്റെ രാജമാതാവായി നമുക്ക് നിന്നോട് ആജ്ഞാപിക്കുവാനും സാധിക്കും ഭീഷ്മ. രാജമാതാവിന്റെ ആജ്ഞയെ ധിക്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഈ രാജ്യം വിടേണ്ടതായി വരും. പക്ഷെ നീ ഈ രാഷ്ട്രവുമായി ബന്ധിതനാണ്. നിന്റെ ശപഥത്തിന്റെ കാരണത്താൽ നിനക്ക് ഈ രാജ്യം വിട്ടു പോകുവാനും സാധിക്കില്ല.